3 കാട്ടാനകൾ പ്രദേശത്ത് ഏതാനും ദിവസങ്ങളായി തമ്പടിച്ചു വരികയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. RRT സംഘം പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുവെങ്കിലും കാട്ടാനകൾ ജനവാസ മേഖലകളിലൂടെ വിലസുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മറയൂർ ടൗണിനോട് ചേർന്ന് ബാബുനഗറിൽ കാട്ടാനയെത്തുകയും പരാക്രമം നടത്തി ഭീതി സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. രാമായണ മാസത്തിൽ തിരുവല്ല നിരണത്തെ വീടുകളിൽ പാരായണം ചെയ്യുന്നത് കണ്ണശ രാമായണമാണ്. കണ്ണശ കവികളുടെ നാട് കൂടിയായതുകൊണ്ടാണ് ഈ പതിവ് തുടരുന്നത്. കടപ്ര തൃക്കപാലീശ്വര ദക്ഷിണാമൂർത്തി സന്നിധിയിലിരുന്നാണ് കണ്ണശ കവികൾ കണ്ണശ രാമായണം ഉൾപ്പെടെയുള്ള കൃതികൾ രചിച്ചതെന്ന് പറയപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൽ രചിച്ച കണ്ണശ രാമായണം ദേവനാഗരി ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. കണ്ണശ കവികളും നിരണവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാമായണ മാസത്തിൽ കണ്ണശ രാമായണം പാരായണം ചെയ്യുന്നത്. കണ്ണശ രാമായണം കൂടാതെ ഭാരതമാല, ഭാഷാ ഭഗവത്ഗീത എന്ന കൃതികളും കണ്ണശ കവികളുടേതാണ്. മലയാള ഭാഷയുടെ പരിണാമത്തിന് കണ്ണശ കവികൾ സുപ്രധാന പങ്ക് വഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മലയാള ഭാഷ ഉണ്ടാകുന്നത് ദ്രാവിഡ ഭാഷയും അതുപോലെ തന്നെ സംസ്കൃതവും കൂടെ ഒന്നിപ്പിച്ച് ഒരു പുതിയ ശൈലിയിലുള്ള ഭാഷ രൂപീകരിക്കുകയാണ് കണ്ണശന്മാർ ചെയ്തത്. അപ്പോൾ ഈ കണ്ണശന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഷ അതൊരു മലയാളം എന്ന് പറയുന്ന ഒരു പുതിയ ഭാഷയിലേക്ക് കൂടെ ചോടുകയാണ്. ഇപ്പം എഴുത്തച്ഛനാണ് ഭാഷാപിതാവെങ്കിൽ കണ്ണശനാണ് ഭാഷയുടെ മുതുമുത്തച്ഛൻ എന്ന് പറയുന്നത്. നിരണം തൃക്കപാലീശ്വര ക്ഷേത്രത്തിൽ കണ്ണശ രാമായണ പാരായണ പഠനത്തിനുള്ള കളരിയുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. ശമ്പളം കുടിശ്ശികയായതോടെ ചികിത്സിക്കാൻ പണമില്ലാതെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രനാണ് മരിച്ചത്. 4 ലക്ഷത്തോളം രൂപയാണ് ശമ്പള ഇനത്തിൽ ചന്ദ്രന് ലഭിക്കാനുള്ളതെന്ന് ബന്ധുക്കൾ പറഞ്ഞു.